ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മുത്താറി കൊണ്ടൊരു പായസമാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് ശരീരത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു പായസമാണ് കേട്ടോ. മുത്താറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മുത്താറീൻ്റെ ഗുണങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഈ മഴക്കാലത്താണ് സാധാരണയായിട്ട് കഴിക്കുന്നത്. ഞങ്ങളങ്ങനെയാണ്, മഴക്കാലമായാലാണ് ഈ മുത്താറി കൊണ്ട് കഴിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മുത്താറി ഇതാ തലേന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. വെള്ളത്തിലിട്ട് കഴുകി വാരി അരിച്ച് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ്. പിന്നെ നമുക്ക് കാരക്ക കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ജീരകം, തേങ്ങ, പിന്നെ ഏലക്ക. ഒരു ഏലക്ക എടുത്ത് ഞാൻ കൊത്തോലി കളഞ്ഞ് കുരു മാത്രം വെച്ചാണ്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. പാലിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഉപയോഗിക്കേണ്ട കേട്ടോ. നമുക്ക് തേങ്ങ അരച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പഴം അവിടെ മാറ്റി വെച്ചിട്ട് കാരക്കയും തേങ്ങയും ജീരകവും ഏലക്കയും ഈ മുത്താറിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കൂട്ടുകാരെ, നമ്മളിതാ മുത്താറി ചേരുവകളൊക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ പാത്രവും അരിപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരിച്ചെടുക്കണേ. എന്നിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ, ഞാൻ നമ്മുടെ ഏത്തപ്പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. അരിച്ച് അതിൻ്റെ മുത്താറിൻ്റെ തവിട് പോകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ അരിച്ചെടുക്കുന്നത്. പിന്നെ ഈ തേങ്ങയുണ്ടല്ലോ, തേങ്ങ വേണേൽ ചിരണ്ടി ഇട്ടാൽ മതി. പക്ഷേ ആ തേങ്ങ ഇങ്ങനെ കടിക്കുന്ന ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവുകയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് കേട്ടോ നമ്മളിതിനകത്ത് അരച്ച് ചേർക്കുവാണെങ്കിൽ അതിൻ്റെ ആ രുചി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഞാനൊന്ന് അരിച്ച് എടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിലോട്ട് വെക്കാം കേട്ടോ. ഇനി നന്നായിട്ടിത് ഇളക്കി കൊടുക്കണം. ഇത് അടി പിടിക്കും കേട്ടോ. പെട്ടെന്ന് പിടിക്കും അടിയിൽ. ചെട്ടി കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടേ നിൽക്കണേ. അപ്പം അങ്ങനെ ഇത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു 2-3 ചേരുവയും കൂടെ ഇതിനകത്ത് ചേർത്താനുണ്ട് കേട്ടോ. അതോട്ടിരുന്ന് തിളക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇതാ നമ്മുടെ പായസം ഇങ്ങനെ ഇളക്കി തിളച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതേ പരുവം നമുക്ക് ലൂസ് വേണേൽ ലൂസാക്കാം കേട്ടോ. നമുക്കിതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഇത് രക്തക്കുറവുള്ളവർക്ക് ഏറ്റവും നല്ലതാട്ടോ. മുത്താറിയല്ലേ, ഏറ്റവും നല്ലതാട്ടോ. അപ്പോൾ നമ്മൾ ഈ കർക്കിടകത്തിൽ ഈ സമയത്താണ് നമ്മളിങ്ങനത്തെ ഇതൊക്കെ കഴിക്കേണ്ടത് കേട്ടോ. എന്നാൽ ശരീരത്തിൽ വേഗം പിടിക്കും. നമ്മൾ ഈ വേനൽക്കൊക്കെ കഴിച്ചാൽ അത്രയ്ക്ക് ഗുണം കിട്ടിയല്ലോ നമുക്ക്. ഈ സമയത്ത് നമ്മളിത് ആഴ്ച 2 ദിവസമെങ്കിലും ഇത് കഴിക്കണം കേട്ടോ. ഇല്ല, തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ചെറിയ മുന്തിരി കറുത്ത മുന്തിരിയും വെള്ളമുന്തിരി പിന്നെ അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ച നേന്ത്രപ്പഴമില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാവേ. മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടെ ഇളക്കാം കേട്ടോ. ഈ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാകും നമുക്കെല്ലാം രുചിക്ക് തന്നെയല്ല കേട്ടോ. നമുക്ക് ഇത് ആരോഗ്യപ്രദമായ കാര്യങ്ങളായതുകൊണ്ടാണ് ഇതിനകത്ത് ചേർത്തുന്നത് കേട്ടോ നമ്മളത്. പക്ഷേ പിന്നെ നമുക്ക് നല്ല രുചിയും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ശർക്കരയായിരുന്നു വേണ്ടി. ശർക്കര ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സ്പൂണ് പഞ്ചസാര ചേർത്തുന്നുള്ളൂ. എന്താണെന്നോ, പഞ്ചസാര അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ മധുരത്തിന് വേണ്ടി നമ്മൾ ശർക്കര വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇനി നമ്മളെന്താ ചേർക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ 1 സ്പൂൺ നെയ്യും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം അത് നല്ല ടേസ്റ്റാട്ടോ. പക്ഷേ എനിക്ക് ഈ സംഭവം അറിയത്തില്ലായിരുന്നു. ഇത് ഗീത ടീച്ചറാട്ടോ എനിക്ക് പറഞ്ഞു തന്നു. ഒരു ദിവസം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ഞാനിത് ഉണ്ടാക്കും കേട്ടോ. പക്ഷേ അന്നേരം ഉണ്ടാക്കി നോക്കുമ്പോൾ ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ജിമ്മിൽ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ കാപ്പി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി പായസം അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്താലോ. നെയ്യൊക്കെ താല്പര്യം ഇല്ലാത്തവർ ഒഴിക്കും വേണ്ട കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവരുണ്ടാകുമല്ലോ. അപ്പോൾ അത് ജോയിൻ്റ് ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് പാലൊഴിച്ച് കൊടുക്കാം. അത് ഇത് പാലിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ പാലൊഴിച്ച് കൊടുക്കണ്ട. വേണമെങ്കിൽ മാത്രം നമുക്ക് ഇറക്കി വെച്ചതിന് ശേഷം പാലും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ പാലൊഴിക്കുന്നില്ല. പാൽ ഞാൻ കാണിച്ചത് എന്താണെന്നറിയാമോ, ഈ താല്പര്യമുള്ളവർക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിനകത്ത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് എനിക്കങ്ങനെ പാലിൻ്റെ ചുവ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ ഒരു ചുവ ഉണ്ടാവും പാലിൻ്റെ. അതുകൊണ്ടാണ് നമ്മളിത് ഇതിനകത്ത് ചേർത്താത്തത്. അപ്പോൾ നമുക്കിത് വാങ്ങാം കേട്ടോ. അപ്പോൾ അതാ കൂട്ടുകാരെ, പായസം ഞാൻ പാത്രത്തിലോട്ട് മാറ്റി സ്പൂണൊക്കെ ഇട്ട് കഴിക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ചേട്ടൻ ഇതാ പായസം കുടിക്കാൻ വേണ്ടി റെഡിയായി വന്നിട്ട് പായസം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു വെക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ഇത് നമ്മൾ എന്തിനൊക്കെ കഴിക്കുന്നത്? പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് ജിമ്മിലൊക്കെ പോയി വരുന്നവർക്കൊക്കെ അല്ലേ കഴിക്കാൻ പറ്റുന്നൊരു പോഷകാഹാരം കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണമെന്നേ ഞാൻ പറയുള്ളൂ അല്ലേ. നമ്മൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു പോഷകാഹാരം കേട്ടോ ഇത്. ഒത്തിരി പൈസയൊന്നും കൊടുത്ത് നമുക്ക് ഇതൊന്നും മേടിച്ച് കഴിക്കേണ്ട ഒരാവശ്യമേ ഇല്ല. നമ്മളിങ്ങനത്തെയൊക്കെ കഴിച്ചാൽ മതി അല്ലേ. അതന്നെ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.